ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 258. നമ്മളിന്ന് 58ാമത്തെ ഉപനിഷത്ത് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശദികി ബ്രഹ്മണോപനിഷത്താണ്. അതിലെ 3ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണിത്, മന്ത്രങ്ങളാണിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ദിവോദാസന്റെ പുത്രനായ പ്രദർധനൻ ഒരിക്കൽ സ്വർഗത്തിൽ പോയിട്ട് ഇന്ദ്രനെ കണ്ടു. അവർ കഥരൂപത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം വളരെ ചതുരതയിലുള്ളൊരു വ്യക്തിയാണ്. യുദ്ധത്തിൽ വളരെ നല്ല പ്രാവീണ്യം നേടിയ വ്യക്തിയാണ്, യോദ്ധാവാണ്. അദ്ദേഹത്തിൻ്റെ പൗരുഷമെല്ലാം കണ്ടിട്ട് ഇന്ദ്രന് തൃപ്തിയായി. ഇന്ദ്രന് വലിയ സന്തോഷമായി. എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു, അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന്. അപ്പോൾ പ്രദർധനൻ പറഞ്ഞു, അങ്ങ് ഏതൊരു വസ്തുവാണോ മനുഷ്യർക്ക് മംഗളകാരിയായി കാണുന്നത് അത് തരും, അങ്ങ് തന്നെ തീരുമാനിച്ചാൽ മതി. മനുഷ്യർക്ക് മംഗളകാരിയായിട്ട് എന്താണോ അങ്ങ് കാണുന്നത് അത് തന്നാൽ മതി, അങ്ങ് തന്നെ തീരുമാനിച്ച് എന്ത് വേണ്ടിക്കലും തന്നാൽ മതി. ഇത് കേട്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞു, വരം ആരും അന്യർക്ക് വേണ്ടി ചോദിക്കാറില്ല. ഇതിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല ചോദിച്ചിരിക്കുന്നത്, മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരമാരും അന്യർക്ക് വേണ്ടി ചോദിക്കാറില്ല. വരം വേറെ ആർക്ക് വേണ്ടി ചോദിക്കാൻ പറ്റില്ല. അതിനാൽ അങ്ങേക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. അപ്പോൾ പ്രദർധനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നിക്കും ചോദിക്കാനില്ല, എനിക്കായിട്ടൊന്നും വേണ്ട. എങ്കിലും അദ്ദേഹം ഇന്ദ്രൻ വാക്കിൽ നിന്നങ്ങനെ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങേര് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അത് മനുഷ്യർക്കെല്ലാം ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ പറയുന്ന രൂപത്തിൽ ഇവിടെ പറയുകയാണ്. പ്രദർധന, അങ്ങ് എന്നെ മനസ്സിലാക്കുക, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനുഷ്യജാതിക്ക് എന്നെ നല്ല പോലെ മനസ്സിലാക്കാവുന്നതാണ് മംഗളകരമായിട്ടുള്ളത്. അപ്പം മനുഷ്യജാതിക്ക് അങ്ങേക്കായാലും വേണ്ടിയില്ല, അങ്ങ് മനുഷ്യൻ്റെ ഭാഗമാണല്ലോ. മനുഷ്യർക്കെല്ലാം എന്നെ, ഇന്ദ്രനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ളത്. അപ്പം ഇന്ദ്രനെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ പണ്ടേ ഋഗ്വേദത്തിലെല്ലാം ഇന്ദ്രനെ പറ്റി കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വേറൊരു തരത്തിൽ പറയാൻ പോവുകയാണ്. അതിന് മുമ്പിൽ പറയുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്കെന്താണ് ഇന്ദ്രനെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പം നമ്മൾ പണ്ടേയുള്ള സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു സയൻസാണ്. ചില സാധനങ്ങളെല്ലാം മുറിച്ചിട്ടിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി പരിപ്പ് അതും ഇതെല്ലാം ഇട്ടിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാകും. സാമ്പാർ എന്ന് പറയുന്നത് ചേർക്കുന്ന വസ്തുവല്ല, വെണ്ടയ്ക്കയല്ല സാമ്പാറിലുള്ളത്. അതിൻ്റെ ഘടനയെല്ലാം മാറിയിട്ട് വേറെ എന്തെല്ലോ ആയിട്ട് മാറിയിട്ട് ഒരു പുതിയ സാധനമാണ്. കൊടുക്കുന്ന സാധനമല്ല, പുറത്ത് വരുന്നത് ഔട്ട്പുട്ട്. വെണ്ടയ്ക്കേൻ്റെ ടേസ്റ്റൊന്നുമല്ല ഇതിനകത്തുള്ളത്, അത് വേറെ എന്തോ സാധനമായി മാറിയിരിക്കും. വെണ്ടക്ക തിന്നാൽ കിട്ടുന്ന ടേസ്റ്റ് അതിൻ്റെ അകത്തുള്ള വെണ്ടയ്ക്ക എടുത്ത് തിന്നാൽ കിട്ടില്ല, അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഘടനയെല്ലാം മാറിപ്പോയി. അത് കെമിസ്ട്രിയാണ്. അപ്പോൾ അവിടെ കുറേ പ്രവർത്തനങ്ങളെന്തോ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വെണ്ടയ്ക്ക് സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചാൽ അത് സാമ്പാറാവില്ല. സാമ്പാറാണ്ടിക്ക് എന്ത് വേണം? അതിനെ ഏകീകരിക്കാൻ ഒരു ശക്തി വേണം. അതായത് നമ്മളാണ് അത് വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? വെണ്ടയ്ക്കെല്ലാം മുറിച്ച് തറച്ച് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അവിടെ ഒരു ഏകീകരിക്കുന്ന ഒരു സൂപ്പർവൈസർ, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ആരാണ് ആ ശക്തി? ഇപ്പം ഞാനാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്, ഞാനെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഞാനാണോ? മനസ്സിൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു, പക്ഷേ ഇതെല്ലാം ഏകീകരിക്കുന്ന ശക്തി ഏതാണ്? എൻ്റെ കൈകളാണ്, കാലുകളാണ്. കാല് വെണ്ടയ്ക്കുള്ള സ്ഥലത്ത് പോകും, പറിച്ചു കൊണ്ടുവരും, കണ്ണ് കാണിച്ചു കൊടുക്കും. അപ്പം എൻ്റെ ഇന്ദ്രിയങ്ങളാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്.
ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഇന്ദ്രിയങ്ങളുടെ ദേവതയാണ് ഇന്ദ്രൻ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ ആരാണെന്ന് മനസ്സിലായി. എന്താണ്? ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ശരീരത്തിൽ ഇന്ദ്രൻ കയ്യും കാലും എല്ലാമാണ്, കണ്ണും മൂക്കും എല്ലാം. എന്നാൽ ഇതെല്ലാം മുറിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും അപ്പം ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. അത് നമ്മളുടെ കൈകാലുകളായതുകൊണ്ട് ഇതിനാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും ആ പാത്രത്തിനകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് സയൻസാണ്. പക്ഷെ സയൻസ് മാത്രം ഉണ്ടായാൽ അവിടെ രാസപ്രവർത്തനം നടക്കില്ല. അതിൻ്റെ അകത്തും ഏകോപിപ്പിക്കാൻ ഒരു ശക്തിയുണ്ട്. നമ്മളെ കൈ അതിൻ്റെ അകത്ത് പോയിട്ട് വെണ്ടക്കഞ്ഞെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ മറ്റേ ഉരുളക്കിഴങ്ങിനെയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റിയെല്ലാം ഒന്നും ആക്കുന്നില്ല. നമ്മൾ ദൂരെ നിന്ന് നോക്കിയാണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെയും ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് ഇന്ദ്രൻ. ഇപ്പം ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് സയൻസിൽ നിന്നാണ് വരുന്നത്. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഒരു ശക്തി വിശേഷത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ ആർക്കും മനസ്സിലായി. പക്ഷേ വേദങ്ങൾ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടും നമുക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലായിട്ടില്ല. ആധുനിക സയൻസും ഇന്നെല്ലാം ഹൈഡ്രജനും ഓക്സിജനും കൂടിയ വെള്ളമുണ്ടാവുന്നെല്ലാം പറയും. പക്ഷേ ആരാണിത് കൂടിച്ചേർത്തത്, എങ്ങനെയാണ്, ആരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒന്നിനെപ്പറ്റി ശാസ്ത്രം ചിന്തിച്ചിട്ടില്ല. ആധുനിക സയൻസ് ചിന്തിച്ചിട്ടില്ല. വേദം അതിലൂടെ അതുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പം വേദം 100% സയൻസാണ്. അപ്പം ഇന്ദ്രൻ പറയുന്നു, അങ്ങ് എന്നെ മനസ്സിലാക്കുക. മനുഷ്യജാതിക്ക് എന്നെ നല്ല പോലെ മനസ്സിലാക്കുന്നതാണ് മംഗളകരം. അപ്പം എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മുടെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നത്. ആ കർമ്മം പൂർത്തീകരിക്കേണ്ടിക്ക് ആ ശക്തിയെ തൃപ്തിപ്പെടുത്തണം. ആ ശക്തിയെ തൃപ്തിപ്പെടുത്തേണ്ടിക്ക് നല്ല സാമ്പാർ കിട്ടേണ്ടിക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം, ആവശ്യത്തിന് കൊടുക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ തോന്നാമനി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാർ സുഖം കിട്ടും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തി അതിൻ്റെ അകത്തുള്ള ആ ശക്തി വിശേഷം അതിനെ സാമ്പാറാക്കി മാറ്റിത്തരും. വളരെ ലളിതം. ഇന്ദ്രനെ മനസ്സിലാക്കാൻ ഒരു പാടില്ല. പ്രജാപതിയുടെ പുത്രനായ വിശ്വരൂപൻ എന്ന ത്രിശിരസിനെ ഞാൻ വജ്രായുധം കൊണ്ട് വധിച്ചു. പണ്ട് ചെയ്ത കുറേ കർമ്മങ്ങളെപ്പറ്റി പറയുകയാണ് ഇന്ദ്രൻ. ഞാൻ പണ്ട് വിശ്വരൂപൻ എന്ന ത്രിശിരസിനെ ഞാൻ വജ്രായുധം കൊണ്ട് വധിച്ചിട്ടുണ്ട്. ആശ്രമഭ്രഷ്ടരായ സന്യാസിമാരെ ഞാൻ വധിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെയെല്ലാം തുണ്ടമാക്കിയിട്ട് കുറുനെരിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രഹ്ലാദ പരിചാരകന്മാരായ രാക്ഷസന്മാരെ ഞാൻ കൊന്നിട്ടുണ്ട്. പ്രലോമാസുരനെ പരിചാരകരോടൊപ്പം വധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ദ്രനായ ഞാൻ ഈ ലോകത്തിൽ എത്രയോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് ക്ഷീണമില്ല. അപ്പം ഈ ഏകോപിപ്പിക്കുന്ന ശക്തി പ്രപഞ്ചം മുഴുവൻ ഓടി നടന്ന് ഏകോപിപ്പിക്കുകയാണ്. ഞാൻ ചോറുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഇന്ദ്രൻ ചോറുണ്ടാക്കുകയാണ്. അടുത്ത വീട്ടിൽ ചോറുണ്ടാക്കുമ്പോൾ അവിടെ പോവുകയാണ്. ചന്ദ്രനിൽ ആരെങ്കിലും ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയും ചെല്ലുകയാണ്. ഓടി നടന്ന് ചെയ്യുകയാണ് ഇന്ദ്രൻ. ഇന്ദ്രനൊരു ക്ഷീണവുമില്ല. അപ്പോൾ ഈ ഇന്ദ്രനെ മനസ്സിലാക്കാൻ മനുഷ്യന് ഏറ്റവും വലിയ ജ്ഞാനം ഇന്ദ്രനെ മനസ്സിലാക്കുകയാണ്. ആ തത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ വലവരെയെല്ലാം കൊന്നിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ക്ഷീണവുമില്ല. ഇങ്ങനെ എന്നെ മനസ്സിലാക്കിയാൽ അവർ പുണ്യലോകം പ്രാപിക്കും. ഈ സത്യം മനസ്സിലാക്കുന്നവർക്ക് പുണ്യലോകം കിട്ടുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയ ജ്ഞാനമാണത്. നമ്മൾ വിചാരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ അകത്ത് ഒന്നുമില്ല. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെല്ലാം ഏകോപിപ്പിക്കാനൊരു ശക്തിയുണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ടാണ് ആറ്റം ഉണ്ടായെങ്കിലും കുറേ ഇലക്ട്രോൺ ഉണ്ട്, കുറേ പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ എന്ത് വേണം? ഈ ന്യൂക്ലിയസ് ആദ്യം കുറേ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എടുത്തിട്ട് ഈ ന്യൂക്ലിയസ് ആയിട്ട്
ഉരുട്ടി വെക്കണം നടുവിൽ. എന്നിട്ട് അതിനുള്ള ആവശ്യമുള്ള ഇലക്ട്രോണിനെ ഓരോ ഓർബിറ്റിൽ കൊണ്ടുപോയി പിടിച്ച് പോസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയാണ് ആറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാറിൻ്റെ സാധനങ്ങളുണ്ടായാലും അവിടെ പാചകക്കുറിപ്പും വെച്ച് കഴിഞ്ഞാൽ ഗ്യാസും ഉണ്ടായാലൊന്നും സാമ്പാറാവില്ല. അത് ആ പറയുന്ന മാതിരി ഏകോപിപ്പിച്ചിട്ട് മുറിച്ചെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ ഒരാൾ വേണമെങ്കിൽ അത് നമ്മളെ കൈകളെല്ലാം. അതുകൊണ്ടാണ് കൈകൾക്കെല്ലാം ഇന്ദ്രിയങ്ങൾ എന്ന് പേര് കൊടുത്തത്. പാത്രത്തിൻ്റെ അകത്തും സാമ്പാർ ഏകോപിപ്പിക്കുന്ന ഒരു സൂപ്പർവൈസറുണ്ട്. ആ സൂപ്പർവൈസറാണ് ഇന്ദ്രൻ. അതാണ് ലോകത്തിലെ എല്ലാ കാര്യവും പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് അവന് ഓടി നടന്നിട്ട് വെട്ടി മുറിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവന് ഒരിക്കലും ശക്തി നശിക്കുന്നില്ല. ഈ സയൻസ് മനസ്സിലാക്കുന്നവന് പാപമില്ല. എൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നവന് പാപം പിടിപെടില്ല. പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും അവൻ്റെ മുഖത്ത് നീലിമ കലരില്ല. അതായത് തെറ്റ് ചെയ്യുമ്പോൾ മുഖമെല്ലാം വാങ്ങും, അതൊന്നും ചെയ്യില്ല. കാരണം എല്ലാം ചെയ്യുന്നതാരാണ്? ആ ഇന്ദ്രനാണ്. ഇന്ദ്രൻ ചെയ്യുന്നതാകട്ടെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് രണ്ടില് ഉപദേശിച്ചു കൊടുക്കുകയാണ്. സത്യം മംഗളകരമായി ഇന്ദ്രനെ മനസ്സിലാക്കാൻ പറയുക. വീണ്ടും ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ പ്രജ്ഞയുടെ രൂപമായ പ്രാണനാകുന്നു. പ്രജ്ഞയുടെ രൂപമായ പ്രാണനാകുന്നു. പ്രജ്ഞ എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള എല്ലാം കഴിവ്, സയൻസ്, ജ്ഞാനം, ബോധം, അത് പ്രാണൻ തന്നെയാണ്. പ്രാണനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. പ്രാണനിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. രൂപമായ ബ്രഹ്മം പ്രാണൻ തന്നെയാണ്. പ്രാണൻ തന്നെയാണ് പ്രജ്ഞ. പക്ഷേ രണ്ടും പ്രാണൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രജ്ഞ ഉണ്ടാകുന്നത്. ആ പ്രാണനും പ്രജ്ഞാരൂപമായ ആത്മാവ്, ആത്മാവിൽ നിന്നാണ് പ്രജ്ഞ ഉണ്ടാകുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആ ശക്തി, നമ്മളെ നാനാക്കുന്ന ആ ശക്തി വിശേഷം. ആത്മാവോട് കൂടിയവനാണ്. അതറിഞ്ഞിട്ടുള്ളവനാണ് ഇന്ദ്രൻ. ഈ സത്യങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയാണ് ഇന്ദ്രൻ. ആ എന്നെ എങ്ങനെ കാണണം? ആയുസ്സാണെന്നും അമൃതമാണെന്നും കരുതി ഉപാസിക്കുക. ആ ഇന്ദ്രനെ ആയുസ്, എൻ്റെ ആയുസ് എന്നത് ഇന്ദ്രനായിട്ടും അമൃതമാണെന്നും കരുതി ഉപാസിക്കുക. ഞാൻ യജ്ഞം ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്നു. ആയുസ് എന്തുവാ? ആയുസ് കിട്ടണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആയുസ് തന്നിരിക്കുന്നത്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആയുഷ്കാലം മുഴുവൻ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ കൂടെ എപ്പോഴും നമ്മൾ കർമ്മം ചെയ്യുന്നു, എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ പോലും തലച്ചോറിനകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പം നമ്മളെ കൂടെ തന്നെ ഇന്ദ്രനുണ്ട് എപ്പോഴും, ആയുസ്സുള്ള കാലത്തോളം. അപ്പം ആയുസ് തന്നെ ഇന്ദ്രനായിട്ട് കാണാം. അമൃതമാണെന്നും കരുതി ഉപാസിക്കുക. അമൃതം എപ്പോഴാണ് നേടുക? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ബ്രഹ്മസമാനമായി മാറുമ്പോൾ ആ ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു പ്രശ്നമില്ലാതെ അതൊരു അമൃത സമാനമായ ആനന്ദം. അതിലേക്ക് എത്തിക്കുന്നതും ഇന്ദ്രനാണ്. പ്രാണൻ അമൃതമാകുന്നു. ഈ പ്രാണൻ തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മം തന്നെയാണ് അമൃത അനന്ത സ്വരൂപം. ആ സ്വരൂപം, ആ ആനന്ദമയമായ അമൃതം എന്ന് പറഞ്ഞാൽ അനശ്വരമായ, നശിക്കാത്തത്, അത് ബ്രഹ്മമാണ്. അപ്പം പ്രാണൻ അമൃതമാകുന്നു. പ്രാണൻ തന്നെയാണ് അമൃതം, പ്രാണൻ തന്നെയാണ് ബ്രഹ്മം എന്നും പറഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ബ്രഹ്മം തന്നെ പല രൂപത്തിൽ മാറിയതാണ്. അതുതന്നെ ആയുസ്. ആയുസ്സും പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എത്ര ആയുസ്സുണ്ടെങ്കിൽ അതുവരെ നമുക്കെന്തുണ്ട്? പ്രാണനുണ്ട്. പ്രാണനുള്ളിടത്തോളം
ആയുസ്സും ഉള്ളൂ. അപ്പം പ്രാണൻ തന്നെയാണ് ആയുസ്. പ്രാണനുള്ള കാലത്തോളം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ ഇന്ദ്രനും നമ്മളെ കൂടെയുണ്ട്. ഒരു നിമിഷം പോലും നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ നമ്മളെ ആയുഷ്കാലം മുഴുവൻ ഇന്ദ്രനും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻ തന്നെയാണ് നമ്മളാണോ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ തന്നെയാണ് നമ്മൾ. അമൃത് തന്നെ പ്രാണൻ, പ്രാണൻ തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് അമൃതസ്വരൂപം. ഈ ശരീരത്തിൽ പ്രാണൻ ഉള്ളത് വരെ മാത്രമേ ആയുസ്സുള്ളൂ. പ്രാണനുള്ള കാലത്തോളം മാത്രമേ ആയുസ്സുള്ളൂ. അതുകൊണ്ടാണ് എന്നാൽ പ്രാണൻ നഷ്ടപ്പെട്ട ശേഷം ജീവി പരലോകത്തിൽ പോയി അമൃതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പ്രാണനുള്ള സമയം വരെ എന്തുണ്ട്? ആയുസ്സുണ്ട്. ആയുസ് കഴിയുമ്പോൾ, പ്രാണൻ പോകുമ്പോൾ ആയുസ് തീരും. പിന്നെ ഈ പ്രാണൻ എവിടെ പോയി എന്തായി മാറുന്നു? അമൃതസ്വരൂപമായിട്ട് മാറുന്നു. സ്വർഗലോകത്ത് പോയിട്ട് നല്ല മേടിക്കാതെ മുകളിൽ ശരീരം ഭൂമിയിലേക്കും പോകും, മറ്റേ മുകളിലുള്ളതെല്ലാം സ്വർഗമാണ്. അപ്പം മുകളിൽ ആനന്ദമരമായ അമൃതസ്വരൂപമായ അവസ്ഥയെ പ്രാപിക്കുന്നു, അമൃതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നു മരിച്ചാൽ. പ്രജ്ഞ മൂലമാണ് അസത്യങ്ങളെ നിർണയിക്കുന്നത്. പ്രജ്ഞ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരി തെറ്റുകൾ, സത്യം അസത്യം ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത്. എന്നെ ആയുസ്സെന്നും അമൃതമെന്നും കരുതി ഉപാസിക്കുന്നവൻ പുനർജന്മം സ്വീകരിച്ച് പൂർണ്ണ ആയുസ് വരെ ജീവിച്ച് ദേഹം സ്വർഗപ്രാപ്തിക്ക് ശേഷം, ദേഹം വെടിയുമ്പോൾ സ്വർഗപ്രാപ്തിയിലെത്തിയിട്ട് അമൃതമാകുന്ന തത്വത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ ആയുസ്സുള്ള കാലത്തോളം എന്നെ എന്തായിട്ട് കാണണം? എന്നെ ആയുസ്സെന്നും അമൃതമെന്നും കരുതുക. രണ്ടായിട്ട് എന്നെ കരുതാം. കാരണം ജീവനുള്ള കാലത്തോളം ഞാൻ ആയുസ്സായിട്ട് നിൽക്കുകയാണ്, പ്രാണൻ ആയുസ്സായി നിൽക്കുകയാണ്. ഇന്ദ്രനാണ് ആയുസ്സായിട്ട്, ഇന്ദ്രനെ ആയുസ്സായിട്ട് കാണുക. എത്ര കാലം ആയുസ്സുണ്ടോ അത്ര വരെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർമ്മത്തിൻ്റെ കൂടെയുള്ളത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കൈ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണും കാലും എല്ലാം ഇന്ദ്രനാണ്, ഇന്ദ്രിയങ്ങളെല്ലാം ഇന്ദ്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആയുസ്സുള്ള കാലത്തോളം ഞാൻ എന്നെ ആയുസ്സായിട്ടും കാണുക. ആയുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇതെല്ലാം വിട്ടിട്ട് സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അമൃതമാകുന്ന ആനന്ദത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ചെയ്യുക. അതും ഞാൻ തന്നെയായിട്ട് കണ്ടുകൊള്ളുക. ആ നിലയിൽ വരുമ്പോൾ ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് ബ്രഹ്മസമാനമായിട്ട് മാറുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ വേദത്തിലെ ഇന്ദ്രൻ ബ്രഹ്മത്തിൻ്റെ ആ ഭൗതിക ലോകത്തിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അത് ആയുസ്സുള്ള സമയത്ത് നമ്മളെ കൂടെ നിന്നിട്ട് കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ച്, കർമ്മമല്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. മരിച്ചു കഴിയുമ്പോൾ അത് അമൃത സ്വരൂപത്തിൽ അങ്ങനെ നിൽക്കുന്നു. കാരണം അത് ബ്രഹ്മം തന്നെയാണ് ഈ എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ഇന്ദ്രനുമാർ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമാണ് പ്രമോദം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇന്ദ്രനും എന്താണ്? അപ്പം ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. പക്ഷേ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ മായയിൽ അകപ്പെട്ടത് കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുകയാണ്. അപ്പം എന്നെ എങ്ങനെ ഉപാസിക്കണം? ആയുസ്സായിട്ട് ഉപാസിക്കുക, അതിനുശേഷമുള്ള അമൃതമായിട്ട് ഉപാസിക്കുക. എല്ലാ പ്രാണനും ഒരേ ഭാവം തന്നെയാണുള്ളത്. എല്ലാ പ്രാണനും, മനുഷ്യരിലുള്ള എല്ലാ പ്രാണനും ഒരേ ഭാവം തന്നെയാണ്, ഒരേ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം എന്നിലുള്ള പ്രാണനും വേറൊരാളെ എൻ്റെ ശത്രുവിലുള്ള പ്രാണനും എല്ലാം ഒരേ ഭാവം തന്നെയാണ്, ഒരേ സാധനം തന്നെയാണ്. ഈ പ്രാണനായിട്ട് എല്ലാം രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. പല പ്രാണനുകളായിട്ട് ഇങ്ങനെ
വ്യത്യസ്തമായി തോന്നുന്ന തരത്തിൽ പ്രതിഭാസിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഒരാൾക്ക് ഒരേ സമയം കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും പറ്റില്ല. ഒരേ സമയം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഇതൊന്നും ഒരേ സമയം ചെയ്യാൻ പറ്റില്ല. ഒരേ സമയം കാണുകയും ചെയ്യുക, കേൾക്കുകയും ചെയ്യുക, ചിന്തിക്കുകയും ചെയ്യുക, പറയുകയും ചെയ്യുക, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ പ്രാണനും ഒരേ ഭാവമാണുള്ളത്. എല്ലാ ശരീരക്കാർക്കും ഇത് ബാധകമാണ്. അല്ലാതെ വേറെ ചില വ്യക്തികൾക്ക് എല്ലാം ഒന്നിച്ച് ചെയ്യാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവയെ കൊണ്ടുള്ള അനുഭവം പ്രത്യേക സമയത്താണ്. ഓരോന്നിൻ്റെ അനുഭവം പ്രത്യേക. ആദ്യം കാണും, പിന്നെ അതിനനുസരിച്ച് ഉടനെ ചിന്തിക്കാൻ തുടങ്ങും. കാണൽ, ചിന്തിക്കൽ, പിന്നെ കേൾക്കൽ, ഇങ്ങനെ. ഇതെല്ലാം മനസ്സ് ചിന്തിക്കുന്നത് സമയത്ത് മറ്റുള്ളവ അവയുമായി സഹകരിച്ച് ചിന്തയിലേർപ്പെടുന്നു. മനസ്സാണ് ചിന്തിക്കുന്നത്. മനസ്സ് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം അതിനനുസരിച്ച് അതുമായിട്ട് ചിന്തകളുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. നമ്മൾ പെട്ടെന്നൊന്ന് കാണുകയാണെങ്കിൽ ഉടനെ ആ കാണുന്നതിനെ പറ്റി മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടതുപോലെ എന്തൊന്നും അയാളൊന്നും പറയുന്നുണ്ടോ എന്ന് അറിയാണ്ടിരിക്കും. പിന്നെ നമ്മൾ ചെവിയോട് പ്രാധാന്യം കൊടുക്കും. അപ്പം ചെവി സഹകരിക്കും. ഇന്ന പറയുന്നുണ്ട്. പിന്നെ വിരുദ്ധിനി അയാളെ മൂക്ക് എങ്ങനെയാവുള്ളൂ എന്ന് നോക്കട്ടെ എന്ന് ചിന്ത വരുമ്പോൾ പിന്നെ കണ്ണ് സഹകരിക്കും. ഇനി എന്തെങ്കിലും നമ്മൾ അയാളോട് പറയണമെന്ന് തോന്നിയാണ് വായു അന്നേരം ആ ചിന്തകളുമായി സഹകരിക്കും. അപ്പം മനസ്സ് ചിന്തിക്കുമ്പോൾ അതുമായിട്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാം ഒന്നിച്ച് ചെയ്യില്ല. മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് എന്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടിക്ക് കണ്ണ് തയ്യാറായി നിൽക്കും. കേൾക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കുമ്പം പലതും ഉണ്ട്. അവനെന്താ പറയുന്നത്, ആളെ കണ്ടാൽ പോരാല്ലോ, അവനെന്താ പറയുന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. അപ്പം ഈ ഓരോ അവയവങ്ങളും മനസ്സുമായിട്ട് ചിന്തയിൽ സഹകരിച്ചു കൊണ്ടുപോകുന്നു. നേത്രം കാണുമ്പോൾ മറ്റുള്ളവ അതിനെ അനുസരിക്കുന്നു. അതേപോലെ തന്നെ നേത്രം നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ മനസ്സ് പറയും, മനസ്സ് ചിന്തിക്കും, ഇനിയൊന്ന് കാണണം. മനസ്സിൽ നമ്മളെന്തോ ഒന്ന് കണ്ട് ഒന്ന് കേട്ട് എന്ന് വെച്ചോ. കേൾക്കുമ്പോൾ നമുക്ക് അതൊന്ന് കാണണമല്ലോ. അപ്പം കണ്ണോട് പറയും ഒന്ന് പോയി നോക്കുക, എന്താണ് എവിടെ നിന്ന് ആ സൗണ്ട് വന്നത്. അപ്പം കണ്ണ് പോയി നോക്കുന്ന സമയത്ത് ചെവി പിന്നെ കേൾപ്പിക്കില്ല. ചെവി അവിടെ സഹകരിച്ച് നിൽക്കും, കാണാൻ പ്രാധാന്യം കൊടുക്കും. കണ്ടു കഴിയുമ്പോൾ പിന്നെ മനസ്സിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്, എന്താണ് അവൻ പറയുന്നത് കേൾക്കണമല്ലോ, എന്തിനാണ് വന്ന്. അപ്പം ചെവിയോട് പറയും എന്താണ് എന്തോ പറയുന്നുണ്ടോ. അപ്പം ചെവി പറയുന്നത് ശ്രദ്ധിക്കും. അപ്പം മനസ്സവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും, എന്താണ് ചെവി പറയുന്നതെന്ന്, ചെവി സന്ദേശം നൽകുന്നതെന്ന്, അവനെന്താണ് പറയുന്നതെന്ന്. അപ്പോൾ കാണുന്ന കണ്ണ് ഒന്ന് അടങ്ങി നിൽക്കും, പിന്നെ ചെവിക്ക് വിട്ടുകൊടുക്കും. ഇങ്ങനെയെല്ലാം ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലാതെ എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കില്ല. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യുമ്പം, കണ്ണ് വർക്ക് ചെയ്യുമ്പം ചെവിയും വാക്കുമെല്ലാം കുറച്ചൊന്ന് സംയമനം പാലിക്കും. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ്. പക്ഷെ അത് ചെറിയ ഗ്യാപ്പാണ്, സമയ വ്യത്യാസം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതെല്ലാം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റേതൊന്ന് പതുങ്ങി നിൽക്കും. ഇങ്ങനെ സഹകരിച്ചുകൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രധാന പ്രാണനുമായി മറ്റുള്ള പ്രാണനും സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒരു പ്രാണനുണ്ട്. പ്രാണൻ തന്നെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 5 പ്രധാന പ്രാണനുണ്ട്, പിന്നെ 10 വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. ഈ പ്രാണനുകളും പ്രധാന പ്രാണനുമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രാണനും ഒന്ന് തന്നെ. എല്ലാവരുടെയും പ്രാണനും ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
പഞ്ചപ്രാണങ്ങളും കല്യാണകാരികളാണ്. ഈ എല്ലാ പ്രാണങ്ങളും നമുക്ക് ഗുണം ചെയ്യുന്നവയാണ്. ഈ പ്രാണനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. 3 വാക്കും കണ്ണും കാതും ഇല്ലാത്തവനും ജീവിച്ചിരിക്കുന്നു. കണ്ണില്ലാത്തവൻ ജീവിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവൻ ജീവിക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റാത്തവൻ ജീവിക്കുന്നുണ്ട്, മനഃശക്തി ഇല്ലാത്ത ശിശുക്കൾ ജീവിക്കുന്നുണ്ട്. ശിശുക്കൾക്ക് വലിയ മനഃശക്തിയൊന്നുമില്ല, അവരും ജീവിക്കുന്നുണ്ട്. കൈകാലുകളോ മറ്റോ അവയവങ്ങളില്ലാത്തവരും ജീവിക്കുന്നുണ്ട്. എന്നാൽ പ്രാണനില്ലാതെ ജീവിക്കുവാൻ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഏത് അവയവമില്ലെങ്കിലും ജീവിക്കാം, പ്രാണനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണനെ ഉപാസിക്കുക. ഞാൻ പ്രാണനായി കണ്ടു, എന്നെ പ്രാണനായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഉപാസിക്കാം. ക്രിയാശക്തിയുടെ ബോധമുണ്ടാക്കുന്ന പ്രാണനെ തന്നെ ജ്ഞാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രജ്ഞാത്മകമായ ആത്മാവ്. ഈ ക്രിയാശക്തിയുടെ ബോധമുണ്ടാക്കുന്ന പ്രാണൻ തന്നെയാണ്. ഈ പ്രാണനാണ് നമ്മളെ ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ പ്രാണൻ അങ്ങനെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന അത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മാവ്. അപ്പം നമ്മിലുള്ള ആത്മാവ് തന്നെയാണ് പ്രാണനും എല്ലാം. ആത്മാവിൽ നിന്ന് തന്നെയാണ് പ്രാണനും ഉത്ഭവിച്ചത്. ആത്മാവ് തന്നെയാണ് പ്രാണനായി മാറിയത്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ പിന്നെ പ്രാണനൊന്നും വലിയ പ്രാധാന്യം അവിടെ ഇല്ല, എല്ലാം പോയി. അത് തന്നെ. അപ്പോൾ ഈ ആത്മാവ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെക്കാട്ടിയും പ്രാധാന്യം പ്രാണനാണ്. പ്രാണനെക്കാട്ടിയും പ്രാധാന്യമുണ്ടെന്ത്? ആത്മാവ്. പക്ഷേ ആത്മാവ് തന്നെയാണ് പ്രാണനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതും ഇന്ദ്രിയങ്ങളായിട്ടെല്ലാം മാറി വരുന്നതും എല്ലാ ശരീരാവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ഈ പ്രാണനാണ്. എൻ്റെ പ്രാണൻ്റെ പിന്നിലുള്ള ആത്മാവാണ്. ആത്മാവിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ, അതാണ് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മളിലുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് ആത്മാവിനെ കാണണം. അത് ഗ്രഹങ്ങളെല്ലായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പ്രാണനെ തന്നെ ഉക്തമെന്ന് കരുതി ഉപാസിക്കുക. വാക്ക് അല്ലെങ്കിൽ സയൻസ്, വേദങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനം, ഈ അർത്ഥത്തിലെല്ലാം മുക്തയെ ഇവിടെ എടുക്കേണ്ടി വരും. അപ്പം ആ വാക്കിനെല്ലാം പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ജ്ഞാനത്തെയാണ് പ്രാണനായിട്ട് കാണുക. പ്രാണനാണ് നമ്മളെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും, സയൻസിലൂടെയാണല്ലോ ശരീരത്തിൻ്റെ എല്ലാം ഫങ്ഷൻ. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. ആ വാക്ക്, ആ സ്തോത്രം, അതിലൂടെയാണ് പ്രാണൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഉത്കമായിട്ട് തന്നെ കരുതി ഉപാസിക്കണം. പ്രാണരൂപത്തിൽ പ്രസിദ്ധമായതാണ് പ്രജ്ഞ. പ്രാണരൂപത്തിലുള്ളത് തന്നെയാണ് പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ശരി തെറ്റ് തിരിച്ചറിയാനുള്ള വിവേകമെല്ലാം വരുന്നതാണ്. പ്രാണനുള്ളപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാനെല്ലാം പറ്റുന്നത്, ശരി തെറ്റുകൾ എല്ലാം. അപ്പം അതാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. പ്രജ്ഞ നശിച്ചു പോയാൽ പിന്നെ ഒന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല. അപ്പം പ്രാണരൂപത്തിൽ പ്രസിദ്ധമാണ് പ്രജ്ഞ. പ്രജ്ഞയും പ്രാണനും ശരീരത്തിൽ ഒന്നിച്ച് കൽപ്പിച്ചിരിക്കുന്നു. പ്രജ്ഞയും പ്രാണനും ശരീരത്തിൽ ഒന്നിച്ച് കഴിയുന്നു. ഈ പ്രാണനും പ്രജ്ഞയെല്ലാം ശരീരത്തിൽ ഒന്നിച്ചാണ് കഴിയുന്നത്. രണ്ടു ബന്ധപ്പെട്ടാണുള്ളത്. പ്രാണനും പ്രജ്ഞയും. പ്രാണനുള്ളപ്പോഴാണ് പ്രജ്ഞയുണ്ടാകുന്നത്. പ്രജ്ഞ നശിച്ചാലും പ്രാണം പോയി എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും പ്രാണനുണ്ട്. പക്ഷേ അധിക സമയം പ്രാണന്റെ കൂടെ തന്നെ എന്തുണ്ട്? പ്രജ്ഞയും ഉണ്ട്.
പ്രജ്ഞയില്ലാതെ കിടക്കുന്നത് ചത്തേന് സമാനം തന്നെയാണ്. പിന്നെ പ്രാണന് വലിയ പ്രാധാന്യം ഇല്ല. അപ്പം പ്രാണനും പ്രജ്ഞയും ഒന്നിച്ചാണ് കഴിയുന്നത്. പക്ഷേ പ്രജ്ഞ ചിലപ്പോൾ ആക്ട് ചെയ്യുന്നില്ല എന്ന നിലയിൽ എടുക്കാം. രണ്ടും ഒന്നിച്ച് തന്നെയുണ്ട്. പ്രാണന്റെ കൂടെ തന്നെയാണ് പ്രജ്ഞ. പക്ഷേ പ്രജ്ഞ ചിലപ്പോൾ ആക്ട് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നല്ല ഗാഠനിദ്രയിൽ നമ്മളൊന്നും പറയും ഞാനെന്ന ചിന്തയില്ലാതെ ആകുന്നില്ല. അപ്പം ഞാനില്ലാതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ലാതായിട്ടൊന്നുമില്ല. ഗാഠനിദ്രയിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല. നല്ല ഉറക്കത്തിൽ ഞാനുണ്ടോ? ഇല്ല. അതേസമയം ഇല്ല എന്ന് പറയാനും പറ്റുമോ? ഇല്ല എന്ന് പറയുന്ന ചത്ത് കഴിഞ്ഞാലാണ്. അപ്പം അതേമാതിരിയുള്ള പ്രാണനും പ്രജ്ഞനും തമ്മിൽ ഒരു ചെറിയ രണ്ടും ഒന്നിച്ചുണ്ട്. പക്ഷെ ഒന്ന് എഫക്റ്റീവ് അല്ല. ജീവികളിൽ മുഖ്യ പ്രാണനിൽ ഏകീഭവിക്കുമ്പോൾ സ്വപ്നം കാണുന്നില്ല. എപ്പോഴാണ് സ്വപ്നം കാണാത്തത്? മറ്റുള്ള പ്രാണനുകളെല്ലാം അതിൽ പോയി ലയിക്കുമ്പോൾ. അപ്പം മുഖ്യ പ്രാണൻ ശരീരത്തിൽ കയറിയതിൻ്റെ ശേഷം ഓരോ അവയവത്തിലേക്കും അത് പലതായിട്ട് മാറിയിട്ട് അവയുടെ കർമ്മങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്രാണൻ പലതായി തിരിഞ്ഞിട്ട് കണ്ണിൻ്റെ ഒരു പ്രാണനോട് പറയും നീ കണ്ണിൻ്റെ കാര്യം നോക്ക്, വേറൊരു പ്രാണനോട് പറയും നീ ചെവിൻ്റെ കാര്യം നോക്ക്. ഇങ്ങനെ ഓരോന്നിനെ കർമ്മം ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഗാഠനിദ്രയിൽ ഈ പ്രാണനെല്ലാം തിരിച്ച് അതിൻ്റെ അകത്തേക്ക് പോകും. മനസ്സിലാക്കണ്ടെങ്കിൽ ഇപ്പോൾ റേഡിയോ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള റേഡിയോ ആണെന്ന് വെച്ചോ, സ്വിച്ച് ഓഫ് ആക്കിയാൽ അതിൻ്റെ ആ പ്രാണൻ ബാറ്ററിയിലാണുള്ളത്. ഓണാക്കുമ്പോൾ അത് സ്പീക്കറിലേക്ക് എത്തും, എല്ലായിടത്തും എത്തും, എല്ലാത്തിനെയും വർക്ക് ചെയ്യിപ്പിക്കും. ഓഫാക്കുമ്പോൾ നേരെ ബാറ്ററി പോയി നിൽക്കും. അതേപോലെ പ്രാണൻ പലതായി തിരിഞ്ഞിട്ട് ശരീരത്തിലെ അവയവങ്ങളെല്ലാം കാര്യങ്ങൾ നോക്കി നടക്കാൻ ഏൽപ്പിക്കും. ഗാഠനിദ്രയിൽ അതിനെയെല്ലാം പിൻവലിച്ചിട്ട് പ്രാണനിൽ പോയി അത് റെസ്റ്റ് എടുക്കും. അപ്പം കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ ജീവികൾ നാമം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ മുഖ്യ പ്രാണനിൽ ലയിപ്പിക്കുന്നു. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണിനെ എടുത്ത് പ്രാണനിൽ ലയിപ്പിക്കുന്നു എന്നല്ല, കാണാനുള്ള ആ ഫങ്ഷനെ പ്രാണനാണല്ലോ. അതായത് സിഗ്നൽ സിസ്റ്റമായിട്ട് കാണണം. നാഡികളിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റമാണ് കാഴ്ച, അല്ലാതെ കണ്ണല്ല. കണ്ണിലൂടെ വെളിച്ചം വീഴുമ്പോൾ അത് സിഗ്നൽ ഉണ്ടാക്കിയിട്ട് നാഡികളിലൂടെ തിരിച്ചറിയേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ആ സിഗ്നൽ സിസ്റ്റമാണ് പ്രാണൻ. കാഴ്ചക്ക് പിന്നിലുള്ള ആ സിഗ്നൽ സിസ്റ്റമാണ് പ്രാണൻ. അതിനെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷം. അതെല്ലാം കാണാനും കേൾക്കുന്നതിന് പിന്നിലുള്ള ആ സിഗ്നൽ സിസ്റ്റം എല്ലാം ഫങ്ഷൻ നിർത്തിയിട്ട് എവിടെ പോയി ചേരും? മുഖ്യ പ്രാണനിൽ പോയി ചേരും. തീയിൽ നിന്നും തീപ്പൊരി പാറുന്നത് പോലെ, തീയിൽ അതിൻ്റെ അകത്ത് തീപ്പൊരി ഇങ്ങനെ പാറുന്നത് പോലെ മനുഷ്യന് ജ്ഞാനം അല്ലെ ബോധം തെളിയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് എല്ലാ കണ്ണിലും മൂക്കിലും എല്ലാം വന്ന് പ്രാണനാകുന്ന ആത്മാവിൽ നിന്നും, പ്രാണനെ അവിടെ ആത്മാവായിട്ട് സങ്കല്പിക്കുകയാണ്, എല്ലാ ആത്മാവിൽ പോയി ലയിച്ചിരിക്കുകയാണ് എന്ന് ആത്മാവിൽ നിന്ന്, പ്രാണനിൽ നിന്ന് എല്ലാ മറ്റുള്ള സിഗ്നൽ സിസ്റ്റമാകുന്ന പ്രാണനുകളും കണ്ണിലേക്കും മൂക്കിലേക്കും എല്ലാം പോയിട്ട് അതിൻ്റെ കർമ്മം ഏറ്റെടുക്കാൻ തുടങ്ങും. തീപ്പൊരി പോലെ പെട്ടെന്നാണ് അത് പോവുക. അതുകൊണ്ടാണ് നമ്മൾ ഗാഠനിദ്രയിൽ ഞെട്ടി ഉണരുമ്പോൾ എല്ലാം ആക്റ്റീവാകും പെട്ടെന്ന്, കയ്യും കാലും എല്ലാം. കാരണം അതിൽ നിന്ന് തീപ്പൊരി പോലെ ഈ സിഗ്നൽ സിസ്റ്റം ആക്ട് ചെയ്യും, എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. കണ്ണിനെയും മൂക്കിനെയും എല്ലാം. മൂക്കിന് മൂക്ക് വന്നാൽ മണക്കല്, അല്ലാതെ ശ്വാസമല്ല. എൻ്റെ വാക്ക് മൂലമൊക്കെ പുറപ്പെട്ട് നാനാത്വത്തിൽ അതാതിൻ്റെ സ്ഥാനത്ത്
അവ പോയി സ്ഥാനം പിടിക്കുന്നു. എന്നിട്ട് അവയുടെ കർമ്മം ഏറ്റെടുക്കുന്നു. എങ്ങനെ കർമ്മം ഏറ്റെടുക്കുന്നു? അഗ്നിയുടെ സഹായത്താൽ. അപ്പോൾ അവിടെ ഊർജം വേണം, വൈദ്യുതി, ഇലക്ട്രിക്കൽ സിഗ്നൽ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അവരവർക്കുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എൻ്റെ മനുഷ്യ രോഗിയായി മരിക്കാൻ തുടങ്ങുമ്പോൾ, ഇനി മരിക്കാൻ തുടങ്ങും, ഗാഠനിദ്രയിലെ പറഞ്ഞല്ലോ, ഇനി മരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ശക്തികളെല്ലാം ക്ഷയിക്കും. ഈ സിഗ്നൽ സിസ്റ്റം എല്ലാം ഫങ്ഷൻ ചെയ്യുന്നതാണ് നിർത്തും. ഗ്രാജുവലായിട്ട് ക്ഷയിച്ച് വരും. കാഴ്ച ശക്തി കുറഞ്ഞു വരും. ഇന്ദ്രിയങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ്, എല്ലാ കഴിവുകളും, ആ പ്രാണനുകളെല്ലാം ശക്തി ക്ഷയിച്ച് ചൈതന്യരഹിതനായിത്തീരുന്നു. കണ്ണിൻ്റെ ചൈതന്യവും കേൾക്കാനുള്ള ആ ചൈതന്യമെല്ലാം നശിക്കുന്നു. അപ്പോൾ അവന് പരിചരിക്കുന്നവരെയും ബന്ധുക്കളെയും ഒന്നും തിരിച്ചറിയുവാൻ ശക്തിയില്ലാതാകും. ആ നിമിഷം മുതൽ അവന് ബന്ധുക്കളെയൊന്നും കാണാനോ തിരിച്ചറിയാനോ പറ്റില്ല. തിരിച്ചറിയേണ്ടെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം, ഓർമ്മശക്തി പ്രവർത്തിക്കണം, കണ്ണ്, ചെവി ഇതെല്ലാം മര്യാദയ്ക്ക് പ്രവർത്തിക്കണം. പക്ഷെ ഇതെല്ലാം ശക്തി ക്ഷയിക്കുമ്പോൾ അത് ക്ഷയിച്ചു പോവുകയാണ്. അവന് പിന്നെ ഇതൊന്നും കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ല, ക്ഷയിച്ചു പോയി. അവന് തിരിച്ചറിയാൻ ശക്തിയില്ല. ആ അവസ്ഥക്കാണ് പ്രാണോത്ക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ കേൾക്കുന്നില്ല. ആ അവസ്ഥയിലെത്തുമ്പോൾ അപ്പോൾ അവന് കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റുന്നില്ല, പറയുവാനും പറ്റുന്നില്ല. എല്ലാ ആ ഇന്ദ്രിയങ്ങളും ആ പ്രാണനുകളും എവിടെ പോയി ലയിച്ചിരിക്കുന്നു? മുഖ്യ പ്രാണനിൽ പോയി ലയിച്ചിരിക്കുന്നു. മരണാനന്തരം പ്രാണനിൽ പോയി ലയിച്ചിട്ട് ആ ആത്മാവിൽ പോയി ലയിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. ആ വലിയ ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് എൻ്റെ ജീവാത്മാവായിട്ട് മാറുന്നത്. ഇവിടെ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന, ഏതുപോലെ എന്നാൽ നമ്മുടെ ശരീരത്തിൽ, ഇതെൻ്റെ ശരീരമാണ്, ഇവിടെ ഒരു ചെറിയ കുരു വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു ചെറിയ കുരു, ഈ തോല് കുറച്ചൊന്നും വലുതായി ഒരു കുരുമാരിയായി. അതുപോലെ ബ്രഹ്മം ഒരു രൂപവും ഭാവവും ഇല്ലാതെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടന്നിട്ട് ഇവിടെയും ഉണ്ടല്ലോ, അത് എന്നിലും ഉണ്ട്. അവിടെ നിന്നൊരു ചെറിയ കുരുമാതിരി ഹൃദയത്തിൽ ജീവാത്മാവായിട്ട് രൂപം പ്രാപിച്ചിട്ട് വളർന്നതാണ് ഈ പ്രമോദം. മരിക്കുമ്പോൾ ഈ പ്രാണനുകളെല്ലാം ഇതിനകത്ത് പോയി ലയിച്ചു. പിന്നെ എന്തേയുള്ളൂ? ആ ജീവാത്മാവേ ഉള്ളൂ. ആ ജീവാത്മാവ് പോയി ബ്രഹ്മത്തിൽ ലയിച്ചു. ഏത്? ഈ കുരു അങ്ങ് ശരീരത്തിൽ ലയിച്ച പോലെ. എന്നിട്ട് ഇതെല്ലാം ബ്രഹ്മമാണ്. ഇവിടെയുള്ള കുരു ചിലപ്പം പുനർജനിക്കുന്ന ഇവിടെ ഒരു ഗുരുവായിട്ട് വരും. ഇതാണ് പ്രമോദത്തിൻ്റെ പ്രമോദമല്ല മുഴുവൻ. ഇവിടെ ഒരു ചെറിയ ഗുരു വരുന്നു, അതൊരു ജീവിയായി മാറുന്നു, അത് അമരുന്നു, പിന്നെ ഇവിടെ നിന്ന് വരുന്നു. ഇതേപോലെ പുനർജനിക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണ് പുനർജനിക്കുന്നത്. ആ സ്ഥലത്ത് എന്തു പറ്റും? പുനർജനിക്കുമ്പോൾ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും സ്ഫുരിങ്ങുകൾ തെറിക്കുന്നത് പോലെ അവിടെ നിന്ന് പ്രാണൻ ഉണ്ടാവുകയും ആ പ്രാണൻ പലതായി തിരിഞ്ഞ് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും എല്ലാം കാര്യങ്ങൾ നോക്കി നടക്കുന്ന നേരത്തിൽ ആക്റ്റീവായി മാറുകയും ചെയ്യുന്നു. അവയുടെ സ്ഥാനം സ്വീകരിക്കുന്നു. ഓരോന്നും ആക്റ്റീവായിട്ട് അവരവരുടെ കർമ്മം ചെയ്തുകൊണ്ട് ഈ രൂപത്തിലേക്ക് വികസിക്കുന്നു. എന്നിട്ട് അതിൻ്റെ നാമമെല്ലാം സ്വീകരിക്കുന്നു. കണ്ണ് രൂപം പ്രാപിക്കും, അതിന് കണ്ണ് എന്ന് പറയും. ചെവിൻ്റെ രൂപം പ്രാപിക്കും, ചെവി എന്ന് പറയാം. ചെവിയിലുള്ള ഇന്ദ്രിയങ്ങളായ സിഗ്നൽ സിസ്റ്റത്തിന് ആ പ്രാണൻ എന്ന് പറയും. നാല്, ശരീരം വിട്ടുപോകുന്ന ജീവിയുടെ പ്രാണൻ എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടിയാണ് പോകുന്നത്. ശരീരം വിട്ടുപോകുമ്പോൾ, ജീവൻ വിട്ടുപോകുമ്പോൾ
പ്രാണൻ വിട്ടുപോകുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടിയാണ് പോകുന്നത്. കാരണം ആ പ്രാണൻ തന്നെ എല്ലാ അവയവങ്ങളിലേക്കും വന്നിട്ട് അതിലുള്ള സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രാണൻ പോകുമ്പോൾ ഈ സിഗ്നൽ സിസ്റ്റം എല്ലാം അതിൻ്റെ കൂടെ ഒന്നിച്ചു പോകും. ഏതുപോലെ എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ സപ്ലൈ പോകുമ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാത്തിലെയും സപ്ലൈ പോകും. അതുപോലെ അപ്പോൾ വാക്ക് സംസാരിക്കാനുള്ള കഴിവെല്ലാം എല്ലാ നാമങ്ങളെയും ത്യജിക്കുന്നു. മൂക്ക് മണക്കുന്ന ആ ഗന്ധരഹിതമായിത്തീരുന്നു. മണക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നേത്രങ്ങൾക്ക് കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ചെവിക്ക് കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. മനസ്സിന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ എല്ലാം പ്രാണനിൽ പോയി ലയിക്കുന്നു. ഓരോ അവയവങ്ങളിലും ഉള്ള ആ സിഗ്നൽ സിസ്റ്റം എല്ലാം നേരെ ആ വായു സിഗ്നൽ സിസ്റ്റത്തിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഓരോ പ്രാണനും കുറേ പ്രാണനുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഓരോ അവയവത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ആ പ്രാണനുകൾ ആ സിഗ്നൽ സിസ്റ്റം നേരെ പോയിട്ട് പ്രധാന പ്രാണനിൽ ലയിക്കുന്നു. പ്രാണൻ ജീവാത്മാവുമായിട്ട് ലയിക്കുന്നു. അതോടുകൂടി അവയെല്ലാം അവയുടെ എല്ലാ ഫങ്ഷനുകളും പരിത്യജിക്കുന്നു. കണ്ണ് കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നു. എല്ലാ അവയവങ്ങളും നിശ്ചലമാകുന്നു. ആ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റം പ്രാണനുകളെല്ലാം ഹൃദയത്തിൽ പോയി ആ മുഖ്യ പ്രാണനിൽ ചേരുന്നു. പ്രാണൻ ജീവാത്മാവുമായിട്ട് ചേരുന്നു. അതങ്ങ് ഫ്ലാറ്റാകുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. അതായത് ഈ കയ്യിൽ ഇവിടെ ഒരു ഗുരു വന്ന മാതിരിയാണ് നമ്മളുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം തീരുമ്പോൾ ഇതെല്ലാം പോയി ഇതിൽ ലയിക്കും. പിന്നെ പുനർജനിക്കുമ്പോൾ വേറെ വൃത്തിയിൽ പോയി ഇങ്ങനെ വരും. എല്ലാം ബ്രഹ്മം തന്നെ. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. മനസ്സിലാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല.